ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ വീട്ടിൽ അതിഥികളുള്ളപ്പോഴോ നിങ്ങളുടെ കുട്ടി ഒരു ചെറിയ കാര്യത്തിന് നിലത്ത് കിടന്ന് കരയുന്നു. ചുറ്റുമുള്ളവരുടെ നോട്ടം നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു. ആ നിമിഷം ദേഷ്യവും നാണക്കേടും കലർന്ന മനസ്സോടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവനെന്നെ കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവളെന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്നെല്ലാം? കുട്ടി കരയുമ്പോൾ പുറത്തു നടക്കുന്നത് ഒരു ചെറിയ വാശിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാകും. ഹൃദയമിടിപ്പ് കൂടുന്നു, ശരീരം വിറക്കുന്നു, അറിയാതെ തന്നെ ശബ്ദമുയരുന്നു. ശേഷം ആരും കാണാത്ത നിങ്ങളെ മാത്രം വേട്ടയാടുന്ന ഒരു നിശബ്ദമായ കുറ്റബോധം. ഞാൻ എന്തിനാണ് എൻ്റെ കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. സത്യത്തിൽ ആ നിമിഷം നിങ്ങളുടെ കുട്ടി നിങ്ങളെ മനഃപൂർവ്വം എതിർക്കുകയല്ല. അവരുടെ മസ്തിഷ്കത്തിൽ ഒരു അമിഗ്ഡല ഹൈജാക്ക് നടക്കുകയാണ്. അവരുടെ ചിന്തിക്കാനുള്ള കഴിവ് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് താൽക്കാലികമായി നിലച്ചുപോയിരിക്കുന്നു. അവർ വികൃതി കാണിക്കുകയല്ല, മറിച്ച് അവരുടെ നെർവസ് സിസ്റ്റം ഒരു വലിയ അപകടാവസ്ഥയിലാണെന്ന് ശരീരം തെറ്റായി കരുതുന്ന നിമിഷമാണത്. ആ നിമിഷം കുട്ടിക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ശിക്ഷയല്ല, മറിച്ച് അവരുടെ തകർന്നുപോയ ആന്തരിക ലോകത്തെ വീണ്ടും ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു മുതിർന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ്. കാരണം സ്നേഹിക്കപ്പെടുന്നത് പോലെ തന്നെ വലിയൊരു കാര്യമാണ് ആ നിമിഷം മനസ്സിലാക്കപ്പെടുക എന്നത്. ഈ വീഡിയോയിൽ ഒരു കുട്ടി നിയന്ത്രണം നഷ്ടപ്പെടുന്ന ആ നിമിഷത്തെ വെറുമൊരു പെരുമാറ്റ പ്രശ്നമായല്ല, മറിച്ച് നിങ്ങളും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഉറപ്പാക്കാനുള്ള ഒരു കണക്ഷൻ മൊമെൻ്റായി എങ്ങനെ അതിനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അവരുടെ തലച്ചോറിനെ ശാസ്ത്രീയമായി എങ്ങനെ റീവയർ ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാം. സാധാരണയായി കുട്ടി ബഹളം വെക്കുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് ശബ്ദമുയർത്തി അവരെ ശകാരിക്കാറാണ് പതിവ്. എന്നാൽ ഇതിന് വിപരീതമായി ചിന്തിച്ചു നോക്കൂ. ദൂരെ നിന്ന് ഒച്ച വെക്കുന്നതിന് പകരം ശാന്തമായി അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുക. നിങ്ങളുടെ ശാന്തമായ സാമീപ്യം അവരുടെ അസ്വസ്ഥമായ നാഡീവ്യവസ്ഥയ്ക്ക് ഒരു സുരക്ഷിതത്വ സന്ദേശം നൽകുന്നു. ഇവിടെയാണ് അറ്റോൺമെൻറ്റ് എന്ന ആശയത്തിൻ്റെ പ്രസക്തി. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഭീഷണിപ്പെടുത്താനല്ല, മറിച്ച് അവരെ മനസ്സിലാക്കാൻ. നീ സുരക്ഷിതനാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊരു ഭാവം നിങ്ങളിലുണ്ടാവണം. കുട്ടിക്ക് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ അവരുടെ ഉള്ളിലെ ഭയം കുറയുന്നു. ന്യൂറോ സയൻസ് പ്രകാരം ഒരു വികാരം അനുഭവപ്പെടുമ്പോൾ അതിനെ കൃത്യമായ പേര് ചൊല്ലി വിളിക്കുന്നത് തലച്ചോറിലെ ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും. കുട്ടിയോട് ശാന്തമായി ചോദിക്കുക, നിനക്കിപ്പോൾ ദേഷ്യം വന്നല്ലോ, അല്ലെങ്കിൽ ഇത് നിനക്ക് വലിയ പ്രയാസമായല്ലേ എന്നെല്ലാം. ഇത് അവരുടെ തെറ്റിനെ ന്യായീകരിക്കലല്ല, മറിച്ച് അവരുടെ വികാരങ്ങൾ സാധാരണമാണെന്നും അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. കുട്ടിയൊന്ന് ശാന്തമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് പരിധികൾ വെക്കാം. ശാന്തമായ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറയുക, എനിക്ക് നിന്നെ അടിക്കാൻ കഴിയില്ല, നിനക്ക് ദേഷ്യം വരാം, സങ്കടം വരാം, എന്നാൽ കളിപ്പാട്ടങ്ങൾ എറിയാനുള്ളതല്ല. ഇവിടെ നിങ്ങൾ ഒരു സുരക്ഷിതമായ മതിൽ പോലെയാണ്. മതിൽ ഉറപ്പുള്ളതാണ്, എന്നാൽ അത് നമ്മളെ സംരക്ഷിക്കുന്നു. ദേഷ്യം വരുമ്പോൾ വരുതി വിട്ട് പെരുമാറാൻ പാടില്ല എന്നൊരു വലിയ പാഠം അവർ അവിടെ പഠിക്കുന്നു. ശിക്ഷയേക്കാൾ ഉപരിയായി കുട്ടി ഇവിടെ പഠിക്കുന്നത് സ്വയം നിയന്ത്രണമാണ്. ഇതിനെ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. കാട്ടിലൂടെ ആരും നടക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ആദ്യമായി നടന്നു കടക്കുമ്പോൾ അവിടെ ഒരു വ്യക്തമായ പാത കാണില്ല, ശരിയല്ലേ? പക്ഷേ ഒരേ വഴിയിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ പതിയെ അവിടെ ഒരു പാത രൂപപ്പെടും. നമ്മുടെ കുട്ടിയുടെ തലച്ചോറും ഇതുപോലെയാണ്. വൈകാരിക നിമിഷങ്ങളിൽ നമ്മൾ ദേഷ്യത്തോടെ പ്രതികരിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ദേഷ്യമാണ് ഏക പ്രതികരണം എന്ന പാത ശക്തമാകുന്നു. പക്ഷേ അതേ നിമിഷം നമ്മൾ ശാന്തത തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളും ശാന്തമാകേണ്ടത് എന്ന പുതിയൊരു പാത രൂപപ്പെടുന്നു. ഓരോ തവണയും നമ്മൾ ഈ പുതിയ വഴിയിലൂടെ നടക്കുമ്പോൾ ആ പാത കുട്ടിയുടെ തലച്ചോറിൽ കൂടുതൽ ശക്തമാകുന്നു. അതേസമയം പഴയ വഴിയിലൂടെ ആരും നടക്കാത്തതിനാൽ, അതായത് പഴയ രീതിയിൽ മോശമായി നമ്മൾ പെരുമാറാതിരിക്കുമ്പോൾ കുട്ടിയുടെ തലച്ചോറിൽ അത് പതിയെ ഇല്ലാതാകുന്നു. അതായത് മോശമായ രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല എന്ന് കുട്ടി അറിയാതെ തന്നെ സ്വയം തിരുത്തി എഴുതുന്നു. ഓർക്കുക, കുട്ടികൾ നമ്മളെ നോക്കിയാണ് പഠിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നുവോ അതുതന്നെയാകും അവരും ഭാവിയിൽ അനുകരിക്കുക. എന്നാൽ നമ്മൾ ശാന്തത പാലിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ന്യൂറൽ പാത്വേസ് അഥവാ പുതിയ പാതകൾ രൂപപ്പെടുന്നു.
ഇത് അവരെ ഭാവിയിൽ സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തരാക്കും. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാന്ത്രിക വിദ്യയല്ല. ഇതിന് കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ നിങ്ങൾക്കും നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ അതിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓരോ പുതിയ നിമിഷവും ഒരു പുതിയ അവസരമാണ്. നിങ്ങൾ ഒരു മോശം രക്ഷിതാവല്ല, നിങ്ങളുടെ കുട്ടി ഒരു മോശം കുട്ടിയുമല്ല. പഴയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് ഭാവിയിലെ നല്ല നിമിഷങ്ങളെ ഇല്ലാതാക്കും. കുട്ടികളുടെ തലച്ചോർ വികസിച്ചു വരുന്നതേയുള്ളൂ എന്നതുകൊണ്ട് തന്നെ അത് റീവയർ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. കുട്ടിക്ക് എത്ര വയസ്സാണെങ്കിലും ഇത് സാധ്യമാണ്. എന്നാലും ചെറുപ്പത്തിലേ തുടങ്ങുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും. കുട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടു നിൽക്കുന്ന നിമിഷം ഒരു പെരുമാറ്റ പ്രശ്നമല്ല, മറിച്ച് അതൊരു കണക്ഷൻ മൊമെന്റ് ആണ്. ആ നിമിഷം അവരെ ചേർത്ത് പിടിക്കുക, അവരെ മനസ്സിലാക്കുക. അവിടെ നിന്നാണ് ലോകത്തെ നേടാൻ പ്രാപ്തിയുള്ള വൈകാരിക പക്വതയുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത്. നമുക്ക് ഇന്നു മുതൽ ഈ മാറ്റം തുടങ്ങാം, നമ്മുടെ കുട്ടികൾക്കായി, അവരുടെ ഭാവിക്കായി.